KPCC അധ്യക്ഷ പദവി തിരിച്ചുപിടിച്ച് കെ സുധാകരൻ. KPCC ആസ്ഥാനത്തെത്തിയാണ് അധ്യക്ഷ പദവി ഏറ്റെടുത്തത്. KPCC പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കടന്നുവരവ്. ആക്ടിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ MM ഹസന്റെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കും. സുധാകരന്റെ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങ് ബഹിഷ്കരിച്ച് MM ഹസനും VD സതീശനും. ഹസന്റെ ഒരു സാന്നിധ്യം ആവശ്യമില്ല എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ഒരു പ്രസൻസ് ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. സാന്നിധ്യത്തിന് എനക്കൊരു പ്രയാസവും തടസ്സവുമില്ല. ഞാൻ എത്തുകൊണ്ട് ഹസനെ വിളിച്ച് ചോദിക്കും. ശാന്തം പാപം. മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും അതായത് MM ഹസൻ കൂടി ഇവിടെ ഉണ്ടാകണമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ എന്നും ആഗ്രഹിക്കുന്നു. ഹസൻ മാത്രമല്ല, എല്ലാ നേതാക്കന്മാരും രണ്ടു കൂടി ചുമതല കൈമാറുമ്പോൾ അതെ ഹസൻ മാത്രമല്ലെന്നേ, ഞാൻ കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാർ എല്ലാവരും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവ് തിരക്കിലാണ്. അദ്ദേഹം ഒരു ബഹുമുഖ വൈഭവമുള്ള ആളല്ലേ. ലത്തീഫിനെ പോലുള്ള ആളുകളെ തിരിച്ചെടുക്കുന്നു. പല ചോദ്യം ചെയ്യപ്പെടാൻ അത് മാത്രമേ ഉള്ളൂ. സസ്പെൻഡ് ചെയ്യപ്പെട്ട പല ആളുകളെയും തിരിച്ചെടുക്കുന്നു. കൂടിയാലോചന നടന്നോ? കൂടിയാലോചന നടന്നില്ല. ആ കൂടിയാലോചന നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നമ്മൾ തീരുമാനമെടുക്കും. കാരണം നേരത്തെ നടപടിയെടുത്തത് വളരെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയരുകയും മറ്റുമൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ലത്തീഫിന്റെ കാര്യമെടുത്താൽ, പ്രസിഡന്റ് ലത്തീഫിന്റെ കാര്യമെടുത്താൽ ഇവിടെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രചാരണം നടത്തിയെന്നുള്ള വിമർശനം നിൽക്കുന്നുണ്ട് അടൂർ പ്രകാശിനെതിരെ. അതെ, ആ പരാതി കിട്ടിയിട്ടുണ്ട്. പരാതി പരിശോധിക്കും. ഇപ്പോൾ വിശദാംശങ്ങളുമായി നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. കെ സുധാകരൻ്റെ KPCC അധ്യക്ഷ പദവിയിലേക്കുള്ള ഈ വരവുണ്ട്, അതൊരു തിരിച്ചുപിടിക്കലാണ്. കസേര തിരിച്ചുപിടിക്കുകയായിരുന്നു. അതിൽ അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ നേതൃത്വത്തിലെ ഭിന്നത വളരെ പ്രകടമായി വെളിപ്പെടുന്നതായിരുന്നോ? അതുപോലെ തന്നെ MM ഹസനും VD സതീശനും ഇന്ന് പങ്കെടുക്കാതെ വിട്ടുനിന്നതാണോ? അതിലുള്ള അതൃപ്തിയാണോ, ഈർഷ്യയാണോ കെ സുധാകരൻ പ്രകടിപ്പിച്ചത്? തീർച്ചയായും ശരത്ത്, അസാധാരണമായ സംഭവങ്ങളാണ് കേരളത്തിലെ കോൺഗ്രസിൽ പ്രത്യേകിച്ച് KPCC ആസ്ഥാനത്ത് നിന്ന് നടന്നത്. സാധാരണ ഈ പദവി, ആക്ടിംഗ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് MM ഹസൻ്റെ പദവി കൈമാറുമ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു ചടങ്ങാണ് എങ്കിൽ MM ഹസൻ ആ ചടങ്ങിൽ ഉണ്ടാകേണ്ടതാണ്. ഹസൻ ആ പരിപാടിയിൽ പങ്കെടുത്തില്ല. മറ്റു മുതിർന്ന നേതാക്കൾ, VD സതീശൻ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ പരിപാടിയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നു. കെ സുധാകരനെ അനുകൂലിക്കുന്ന അനുകൂലികളുടെ അനുയായികളുടെ ഒരു സ്വീകരണ യോഗമായി KPCC ആസ്ഥാനത്ത് നിന്ന പരിപാടി മാറി. അദ്ദേഹം ആദ്യം KPCC അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന അന്നുണ്ടായിരുന്നത് പോലെ തന്നെ മുദ്രാവാക്യം വിളിയോടുകൂടി അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന KPCC ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള 4-5 പേർ മാത്രമാണ് ചടങ്ങിലുണ്ടായിരുന്നത്. ബാക്കി വന്നത് കണ്ണൂരിൽ നിന്നടക്കമുള്ള അദ്ദേഹത്തിൻ്റെ കടുത്ത അനുയായികൾ മുദ്രാവാക്യം വിളിച്ച് ആനയിച്ച് അദ്ദേഹത്തെ KPCC ആസ്ഥാനത്തിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹം തന്നെ ആ പദവിയിലേക്ക് വന്നിരിക്കുന്നു. പിടിച്ചെടുത്തു എന്ന് തന്നെയാണ് അത് പറയേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റായി ഹസൻ തുടരട്ടെ എന്നതാണ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം. കഴിഞ്ഞ KPCC നേതൃയോഗത്തിലെ പദവി വിട്ടുകൊടുക്കുമെന്ന് കെ സുധാകരൻ കരുതിയിരുന്നു. അത് ലഭിച്ചില്ല. തുടർന്നു പോട്ടെ എന്നതായിരുന്നു VD സതീശൻ്റെ അടക്കമുള്ള നേതാക്കളുടെ നിലപാട്. പക്ഷേ അത് തൻ്റെ പദവി കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് കെ സുധാകരൻ പ്രകോപിതനായത്. അദ്ദേഹം ഹൈക്കമാൻഡിനോട് തന്നെ, പ്രത്യേകിച്ച് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനോട് തന്നെ തൻ്റെ അതിർത്തി പ്രകടിപ്പിച്ചു. ഇനിയൊരു പൊട്ടിത്തെറി തൽക്കാലം വേണ്ട എന്നതാണ് മറ്റ് നേതാക്കളുടെ വിട്ടുനിൽക്കലിൻ്റെ കാരണം. ഈ സുധാകരൻ സ്വന്തമായി എന്ത് വേണോ ചെയ്തോട്ടെ എന്നൊരു നിലപാട് എന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നെന്ന് വ്യക്തമാണ്. സുധാകരൻ പൂർണ്ണമായി പാർട്ടിയിൽ ഒറ്റപ്പെടുന്നുണ്ട്. മറുവിഭാഗം ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാത്തത് കൂടുതൽ പ്രകോപിപ്പിച്ചാൽ സുധാകരനിൽ നിന്ന് കൂടുതൽ പരസ്യ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കടുത്ത നിലപാടിലേക്ക് സുധാകരൻ പോകാനുള്ള സാധ്യതയുണ്ട്. പൊട്ടിത്തെറി ഒഴിവാക്കാൻ മറുവിഭാഗം പൂർണ്ണമായി വിട്ടുനിന്ന് പറയാം. പാർട്ടിയിൽ തൻ്റെ അധ്യക്ഷ പദവി കെ സുധാകരൻ വീണ്ടും പിടിച്ചെടുത്തിരിക്കുന്നു. ഈ അധ്യക്ഷ പദവിയിൽ നിരുന്നു കൊണ്ട് തന്നെ കണ്ണൂരിൽ തോൽക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് ബാർഗെയിൻ ചെയ്യാൻ കഴിയും. തുടർന്ന് അദ്ദേഹത്തിന് നേതൃമാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ തൻ്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുമ്പോൾ അദ്ദേഹത്തിന് ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയും. അല്ലാതെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഘട്ടത്തിലാണ് കണ്ണൂർ തോൽക്കുകൂടി ചെയ്യുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ KPCCയിൽ സുധാകരന്റെ സ്ഥിതി ദയനീയമാകുമെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികൾ അദ്ദേഹത്തിന് ഉപദേശം നൽകി. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് പദവി ഏറ്റെടുത്തത്. നിശ്ചിതമായ അദ്ദേഹത്തിന്റെ അതൃപ്തി നൃപനാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് പോലും കാത്തു നിൽക്കാതെ അതിനു മുമ്പ് തന്നെ ആ പദവി തിരിച്ചു പിടിക്കുകയായിരുന്നു കെ സുധാകരൻ ഇന്ന് ചെയ്തത്. അതിന് ഒരു തരത്തിലും ഇളവ് കൊടുക്കാൻ, സമയം കൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. അതിന് വിയോജിപ്പ് കാട്ടിയവരോട്, വിട്ടുനിന്നവരോട് പരസ്യമായി തന്നെ പ്രതികരിക്കാനും കെ സുധാകരൻ മറന്നില്ല.